അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്ത് യൂനുസിലെ 65, 66 ആയത്തുകളാണ് ഇന്ന് നാം പഠിക്കുന്നത്. മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തിരുന്ന കാര്യം നമുക്കറിയാം. സത്യവിശ്വാസികൾക്ക് ഈ ലോകത്തും പരലോകത്തും സന്തോഷവും വിജയവും ഉണ്ടാവുമെന്നും പരലോകത്ത് ശാശ്വതമായ സൗഭാഗ്യങ്ങൾ അവരെ കാത്തിരിക്കുകയാണെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആയത്തുകളിൽ പറഞ്ഞല്ലോ. ഇക്കാര്യത്തെയും വളരെ രൂക്ഷമായി കൊണ്ട് മുശ്രിക്കുകൾ കളിയാക്കിയിരുന്നു. മര്യാദക്ക് ഉണ്ണാനും ഉടുക്കാനും കൂടിയില്ലാത്ത ഇവരുടെയൊക്കെ ആഗ്രഹങ്ങൾ കണ്ടില്ലേ എന്ന് കളിയാക്കിക്കൊണ്ടായിരുന്നു അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുസ്ലിങ്ങളെയും അവഹേളിച്ചിരുന്നത്. ഈ പരിഹാസവും അവഹേളനയും തൽക്കാലം ക്ഷമിക്കുക, അതിൽ പ്രയാസപ്പെടരുത്. അവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെയാണ് കളിയാക്കുന്നത്. അള്ളാഹു ആകട്ടെ എല്ലാറ്റിനും മേലെ നിൽക്കുന്ന പ്രതാപവാനാണ് എന്ന് മാത്രമല്ല, യുക്തമായ സമയത്ത് വേണ്ടത് ചെയ്യാൻ സാധിക്കുന്നവനുമാണ്. അവൻ എല്ലാം കേൾക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ് ഇന്ന് പഠിക്കുന്ന 65-ാമത്തെ ആയത്തിൽ. അതിനെ തുടർന്ന് 66-ാമത്തെ ആയത്തിൽ യാതൊരു അസ്തിത്വവും കഴിവുമില്ലാത്ത വസ്തുക്കളെ യാതൊരു അടിസ്ഥാനവുമില്ലാതെ ദൈവങ്ങളായി ആരാധിക്കുന്ന ബഹുദൈവ വിശ്വാസത്തിന്റെ അനർത്ഥത്തെക്കുറിച്ചാണ് പറയുന്നത്. വലാ യഹ്സുൻക ഖൗലുഹും ഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ ഹുവസ് സമീഉൽ അലീം. അലാ ഇന്ന ലില്ലാഹി മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വമാ യത്തബിഉൽ ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ശുറകാ ഇൻ യത്തബിഊന ഇല്ലല്ലന്ന വഇൻഹും ഇല്ലാ യഖ്റുസൂൻ. വലാ യഹ്സുൻക ഖൗലുഹും, വലാ യഹ്സുൻക താങ്കളെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ, ഖൗലുഹും അവരുടെ വാക്കുകൾ. ഈ ജനത്തിന്റെ ആക്ഷേപ വർത്തമാനങ്ങൾ കേട്ട് നബിയെ താങ്കൾ ദുഃഖിക്കരുത്. അതിന് ഒരു പ്രാധാന്യവും, അവരുടെ വാക്കുകൾക്ക് ഒരു പ്രാധാന്യവും കൽപ്പിക്കരുത്. അവരുടെ വാക്കുകൾ മൂലം താങ്കൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതൊക്കെ അവഗണിച്ചുകൊണ്ട് താങ്കളുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുക. ഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ, എല്ലാ ഇസ്സത്തും അള്ളാഹുവിനുള്ളതാണ്. എല്ലാ പ്രതാപവും ശക്തിയും കഴിവും അള്ളാഹുവിനുള്ളതാണ്. താങ്കളെ കളിയാക്കുന്നതിലൂടെ അവർ അജയ്യനായ സർവശക്തനായ അള്ളാഹുവിനെയാണ് പരിഹസിക്കുന്നത്. ഹുവസ് സമീഉൽ അലീം, അവനാകട്ടെ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ഇവരുടെ ഈ ജൽപ്പനങ്ങളൊക്കെയും അള്ളാഹു കേൾക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ഉചിതമായ സമയത്ത് ഉചിതമായ രീതിയിൽ അവൻ നടപടിയെടുത്തുകൊള്ളും. തുടർന്ന് അടുത്ത ആയത്തിൽ പറയുന്നു, അലാ ഇന്ന ലില്ലാഹി മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്. അറിഞ്ഞുകൊള്ളുക, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതൊക്കെയും അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹു സൃഷ്ടിച്ച അള്ളാഹുവിന്റെ അടിമകളാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാം. അലാ അറിഞ്ഞുകൊള്ളുക, ഇന്നലില്ലാഹി തീർച്ചയായും അള്ളാഹുവിനുള്ളതാണ് മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി, ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും. വമാ യത്തബിഉൽ ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ശുറകാ, അള്ളാഹുവിനെ കൂടാതെ അള്ളാഹുവിനോടൊപ്പം പങ്കാളികളാക്കി വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ പിന്തുടരുന്നില്ല. വമാ യത്തബിഉ പിൻപറ്റുന്നില്ല, അല്ലദീന യദ്ഊന വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, മിൻ ദൂനില്ലാഹി അള്ളാഹുവിനെ കൂടാതെ, ശുറക്കാ പങ്കാളികളെ. യഥാർത്ഥത്തിൽ ബഹുദൈവ വിശ്വാസികൾ പിന്തുടരുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ പിന്തുടരുന്നതിൽ ഒരർത്ഥവുമില്ല. ഇൻ യത്തബിഊന ഇല്ലല്ലന്ന, അവർ ഊഹത്തെ മാത്രമാണ് പിന്തുടരുന്നത്. ഇൻ യത്തബിഊന അവർ പിന്തുടരുന്നില്ല, ഇല്ലല്ലന്ന ഊഹത്തെയല്ലാതെ. അവർ യാതൊരു അടിസ്ഥാനവുമില്ലാതെ പരമ്പരാഗതമായി അവർ കേട്ടുപോന്ന ചില ഊഹങ്ങളെ പിന്തുടർന്നുകൊണ്ടാണ് ഈ ബഹുദൈവാരാധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. വ ഇൻഹും ഇല്ലാ യഖ്റുസൂൻ, അവർ സങ്കല്പങ്ങൾ മെനയുക മാത്രമാണ് ചെയ്യുന്നത്, അല്ലാതെ ഇതിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്നാണ് പറയുന്നത്. വമാ യത്തബിഉൽ ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ശുറകാ എന്ന് പറയുന്നത് അതിനു മുമ്പ് പറഞ്ഞതിലേക്ക് ചേർത്തുകൊണ്ടും അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അതായത് അതിനു മുമ്പ് പറഞ്ഞല്ലോ, അറിഞ്ഞുകൊള്ളുക, ആകാശങ്ങളിലും ഭൂമിയിലുള്ളതൊക്കെയും അള്ളാഹുവിൻ്റെതാണ് എന്ന് പറഞ്ഞല്ലോ. അതുപോലെ ഈ ബഹുദൈവാരാധകർ ആരാധിച്ചു കൊണ്ടിരിക്കുന്നതും
അള്ളാഹുവിന്റെ അടിമകളിൽപ്പെട്ടതാണ് എന്ന രൂപത്തിലും ഈ വാചകത്തിന് അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.